നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കേരളശ്ശേരി തടുക്കശ്ശേരി വെണ്ണടിയിൽ ക്വാറിക്ക് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തം. ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പഞ്ചായത്ത് ലൈസൻസ് നൽകിയതെന്ന് ആക്ഷൻ കൗൺസിൽ. ലൈസൻസ് റദ്ദാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ. കേരളത്തിൽ അഴിമതി നിറഞ്ഞ വകുപ്പുകളായി തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും മാറിയെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. പ്രാകൃത നിയമങ്ങളെ ബോംബിട്ട് തകർക്കണമെന്നും കൃഷ്ണദാസ്. പാലക്കാട് റെൻസ്ഫെഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് കണ്ടെത്താൻ പട്ടാമ്പി പോലീസിന്റെ മിന്നൽ പരിശോധന. സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ 2024 മാത്രം 391 കേസുകൾ പട്ടാമ്പി പോലീസ് രജിസ്റ്റർ ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളശ്ശേരി തടുക്കശ്ശേരി വെണ്ണടിയിൽ കരിങ്കൽ ക്വാറിക്ക് പഞ്ചായത്ത് ലൈസൻസ് നൽകിയതിനെതിരെ വെണ്ണടി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. ആക്ഷൻ കൗൺസിൽ കൺവീനർ സജൻ മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. കരിങ്കൽ ക്വാറിക്കെതിരെ ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വന്ന വിധിയിൽ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും പരിശോധിക്കാതെ പഞ്ചായത്ത് നൽകിയ ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെണ്ണടി ആക്ഷൻ കൗൺസിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പ്രതിഷേധ ധർണ ആക്ഷൻ കൗൺസിൽ കൺവീനർ സജൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബിനോയ് CG അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റീന മാത്യു, K ഗോപാലകൃഷ്ണൻ, P സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. ധർണയിൽ 80ഓളം പ്രദേശവാസികൾ പങ്കെടുത്തു. വീട് വെച്ച് കഴിയുന്ന ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ ലോൺ എടുത്താൽ 15 വർഷം കൊണ്ട് 50 ലക്ഷം അടക്കണം. ഞങ്ങളത് കോറിക്കാരും വന്ന് പൊട്ടിച്ചിട്ട് പോയാൽ അവൾ പണം കൊണ്ടുപോകും. ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞങ്ങൾ ജപ്തി ചെയ്യപ്പെട്ട് ഞങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും. നിങ്ങളൊക്കെ തന്നെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ദയവോടെ ഞങ്ങളോട് ദയ കാണിച്ച് ഈ കോറി ലൈസൻസ് റദ്ദാക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. കേരളത്തിൽ അഴിമതി നിറഞ്ഞ വകുപ്പുകളായി തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും മാറിയെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. റൺസ്ഫെഡ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് പാലക്കാട്ട് തുടക്കം. തദ്ദേശ സ്ഥാപനങ്ങളിലെ രജിസ്ട്രേഷനായി സർക്കാർ നടപ്പാക്കിയ K-സ്മാർട്ട് തികഞ്ഞ പരാജയമാണ്. പ്രവർത്തന രീതി പരിശോധിക്കാതെയും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പാക്കിയ K-സ്മാർട്ടിൽ ജനനം, മരണം ഉൾപ്പെടെ ഒന്നും രജിസ്റ്റർ ചെയ്യാനാകുന്നില്ലെന്നും പഞ്ചായത്തുകളിൽ മുന്നൊരുക്കവും പരിശോധനയുമില്ലാതെ K-സ്മാർട്ട് നടപ്പാക്കിയാൽ സ്ഥിതി വഷളാവുമെന്നും കെട്ടിട നിർമ്മാണത്തിന് വിഘാതമാവുന്നത് പ്രാകൃത നിയമങ്ങളാണ് എന്നും ഇത് ബോംബിട്ട് തകർക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. നടപ്പാക്കി അതിൻ്റെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി അത് തിരുത്തിയ ശേഷം ഇത് മുഴുവൻ സംസ്ഥാനത്തും നടപ്പാക്കുന്നതിന് പകരം ഒറ്റയടിക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ജനുവരി 1 മുതൽ ഇത് 2024 ജനുവരി 1 മുതൽ 87 നഗരസഭകളിലും ഇത് നടപ്പാക്കി. ഇന്നും അത് പല സംഗതികളും അത് നേരായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നു IKM-ന്റെ ആളുകൾ ഇവിടെയുണ്ട്. നിത്യേന പ്രശ്നങ്ങളാണ് ഓരോ സംഗതിയും. ഇപ്പോൾ K-സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. റിപ്പയർ ആണ് എന്നാണ് പറയുന്നത്. ഒരു ഡെത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ബർത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല, ഒരു മാരേജ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ മൊബൈൽ ആപ്പിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇതാണ് ഈ K-സ്മാർട്ട്. ഇനിയിപ്പോൾ പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിക്കാൻ പോവുകയാണ്. ഇനി ഏതാണ്ട് 1000 പഞ്ചായത്തുകൾ കൂടി ഈ K-സ്മാർട്ടിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഒരു സംഗതി എനിക്ക് 100% പറയാൻ സാധിക്കും, ഈ സംവിധാനമൊക്കെ എന്നോ ബോംബിട്ട് തകർക്കേണ്ട സമയം കഴിഞ്ഞു. ജില്ലാ പ്രസിഡന്റ് R സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ S ബാബു, മച്ചുമോൻ AK, മുഹമ്മദ് നസീം, മനോജ് TP, രാധാകൃഷ്ണൻ M, ജില്ലാ ഭാരവാഹികളായ ശശികുമാർ കണ്ണാടി, P ഉണ്ണികൃഷ്ണൻ, CK ചന്ദ്രശേഖരൻ, മധു V, പ്രഭു U എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കണ്ടെത്താൻ മിന്നൽ പരിശോധനയുമായി പട്ടാമ്പി പോലീസ്. സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. 2024 മദ്യപിച്ച് വാഹനം ഓടിച്ചവർക്കെതിരെ 391 കേസുകൾ പട്ടാമ്പി പോലീസ് രജിസ്റ്റർ ചെയ്തു. സ്വകാര്യ ബസ് ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടാമ്പി പോലീസ് കാലത്ത് മിന്നൽ പരിശോധന നടത്തിയത്. ആൽക്കോമീറ്റർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ മദ്യപിച്ചതായി കണ്ടെത്തുകയും ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചു സംഭവിക്കുന്ന വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തുടർന്ന് വരുന്ന നടപടികളുടെ ഭാഗമായാണ് പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലാണ് പോലീസ് പരിശോധന നടത്തിയത്. 2024 വർഷത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചവർക്കെതിരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ 391 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും വരും ദിവസങ്ങളിൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നത് കണ്ടെത്തുന്നതിന് വ്യാപകമായി പരിശോധനകൾ തുടരുമെന്നും
ഇത്തരത്തിൽ വാഹനമോടിക്കുന്ന ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി.കെ. പത്മരാജൻ, എസ്.ഐ. മണികണ്ഠൻ, പ്രൊബേഷൻ എസ്.ഐ. ശ്രീരാഗ്, എ.എസ്.ഐ. ട്രെയിനി രംഗരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ്. അനിത ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ നമ്മളോടൊപ്പം സഹകരിക്കുകയും ഉണ്ടായി. എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ അത്ലറ്റിക്സും അതുപോലെ തന്നെ ഫുട്ബോൾ മറ്റ് കാര്യങ്ങളെല്ലാം നടന്ന് നമ്മൾ അവിടെ വെച്ച് തന്നെ ട്രോഫികളെല്ലാം തന്നെ വിതരണം ചെയ്യുകയുണ്ടായി. മറ്റ് പരിപാടികളുടെ ഓവറോൾ ചാമ്പ്യന്മാരുടെ അതുപോലെ തന്നെ മറ്റ് ഫസ്റ്റ് കിട്ടിയ ആളുകൾക്കുള്ള ട്രോഫിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വിതരണം നടത്തുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ കാലത്തിൽ നിന്നൊക്കെ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് ഇത്തവണ കേരളോത്സവം സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ആളുകളുടെ പങ്കാളിത്തം കുറച്ച് കുറവുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്താനായിട്ട് സാധിച്ചു. എന്തായാലും ഈ വരുന്ന വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് കേരളോത്സവം നടത്താനായിട്ട് സാധിക്കും. കേരളോത്സവത്തിൽ കൊട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 162 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. 68 പോയിന്റ് നേടി കൈരളി രണ്ടാമതും 43 പോയിന്റുമായി മണ്ണൂർ സാഹിത്യ വായനശാല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. വൈസ് പ്രസിഡന്റ് ഒ. വി. സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം. ഉണ്ണികൃഷ്ണൻ, പി. സി. സുമ, വി. സി. പ്രീത, ഹുസൈൻ ഷഫീഖ്, വി. എം. അൻവർ സാദിഖ്, സുനിത, ഷഫീന നജീബ്, എ. എ. ശിഹാബ്, സരിത, പഞ്ചായത്ത് സെക്രട്ടറി കെ. എം. ബിന്ദു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 12 ക്ലബ്ബുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഓവറോൾ നേടിയ കൊട്ടക്കുന്ന് CFC ക്ലബ്ബിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. MTയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. C. ഉണ്ണികൃഷ്ണൻ, R. രാധാകൃഷ്ണൻ, K. ഇന്ദ്രപ്രസാദ്, ഹരിരാമൻ എന്നിവർ സംസാരിച്ചു. CPIM പറളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി സ്ഥാപക ദിനം ആചരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവും കിസാൻ സഭാ നേതാവുമായ AS ശിവദാസ് പതാക ഉയർത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം മോഹൻദാസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PD ശശികുമാർ, EK ബാലകൃഷ്ണൻ, ശശിജ, PC മോഹൻദാസ്, MM നാരായണൻ, C. മുത്തുറ്റി എന്നിവർ സംസാരിച്ചു. കുളപ്പുള്ളി കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഞായറാഴ്ച കൽക്കി അവതാരത്തോടെ യജ്ഞത്തിന് സമാപനമാകും. സപ്താഹ യജ്ഞത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K. ഉണ്ണികൃഷ്ണൻ, N. രാജഗോപാലൻ എന്നിവർ നേതൃത്വം നൽകുന്നു. പുരുഷപശോഹ സദാസർവേന ദേവീം മദ്രകാളി യക്ഷമാണസ്തദഭിമന്ത്രിതമസി അധികരാള നിശിതമുപാദഭേ ഇത് തേഷാം വൃഷളാനാം രജസ്തമ പ്രകൃതീനാം ധനമദരജ ഉത്സിക്തമനസാം ഭഗവൽകലാവീരമുലം കദർത്ഥീകൃതോൽപഥേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണാം കർമാവിദാരുണം യൽ ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മേഷുസുതസ്യ നിർവൈരസ്യ. കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1956 ബാച്ചിന്റെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. കൈനിയും കാറ്റാടിയും പിന്നെ നമ്മളും എന്ന നാമകരണത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് NM അനൂപ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക ഗീത തങ്കം അധ്യക്ഷത വഹിച്ചു. തുല്യതയില്ലാത്ത രീതിയിലുള്ള ഒരു സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 56 മുതൽ 2015 എന്ന് പറയുമ്പോൾ നീണ്ട 59 വർഷത്തെ കാലയളവിൽ ഈ സ്കൂളിൽ നിന്നും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ മുഴുവൻ സംഗമിക്കുന്ന തുല്യതയില്ലാത്ത ഒരു സംഗമത്തിനാണ് ഇന്ന് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ PTA കമ്മിറ്റിയും അതുപോലെ തന്നെ SMC അംഗങ്ങളും അധ്യാപകരും അതുപോലെ തന്നെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും ആഴ്ചകളോളം കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്ര സന്നിധിയിൽ ദേശവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചു. ഡിസംബർ 26 നടന്ന ദേശവിളക്കിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഖിൽ കുമാർ, സെക്രട്ടറി ശരത്, ട്രഷറർ സതീഷ് എന്നിവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ വീണ്ടും. കേരളശ്ശേരി തടുക്കശ്ശേരി വെണ്ണടിയിൽ ക്വാറിക്ക് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തം. ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പഞ്ചായത്ത് ലൈസൻസ് നൽകിയതെന്ന് ആക്ഷൻ കൗൺസിൽ. ലൈസൻസ് റദ്ദാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ. കേരളത്തിൽ അഴിമതി നിറഞ്ഞ വകുപ്പുകളായി തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും മാറിയെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. പ്രാകൃത നിയമങ്ങളെ ബോംബിട്ട് തകർക്കണമെന്നും കൃഷ്ണദാസ്. പാലക്കാട് റെൻസ്ഫെഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് കണ്ടെത്താൻ പട്ടാമ്പി പോലീസിന്റെ മിന്നൽ പരിശോധന. സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ 2024 മാത്രം 391 കേസുകൾ പട്ടാമ്പി പോലീസ് രജിസ്റ്റർ ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.